ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ എൻ്റെ തണ്ണിമത്തൻ കൃഷിയെക്കുറിച്ചാണ്. ഇത് ഞാൻ വീട്ടിൽ വാങ്ങിയ തണ്ണിമത്തൻ്റെ കുരു നട്ടുമുളപ്പിച്ചതാണ്. ചെറിയ പെയിൻറ്റ് ബക്കറ്റിലാണ് ഞാനിത് നട്ടിട്ടുള്ളത്. എന്നെപ്പോലെ സ്ഥലമില്ലാത്തവർക്കും തണ്ണിമത്തൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയണ്ടേ, അതിനുള്ള പരീക്ഷണം കൂടിയാണ് ഈ വീഡിയോ. എന്തായാലും ചെടി നന്നായി വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് ആൺപൂവാണ്. ആദ്യം ഉണ്ടാവുന്നത് ആൺപൂക്കളാണ്. അത് കഴിഞ്ഞിട്ടാണ് പെൺപൂക്കൾ ഉണ്ടാവുന്നത്. നല്ല ഭംഗിയുള്ള മഞ്ഞ കളറിലെ പൂക്കളാണ്. പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നതിൻ്റെ ഇടയിലാണ് ചെറിയ കായയോട് കൂടിയ ഒരു പെൺപൂവ് കണ്ടത്. കണ്ടോ, പെൺപൂവിൻ്റെ അടിയിൽ കായയോട് കൂടി ഉണ്ടാകും. പെൺപൂക്കൾ വളർന്നാണ് നമുക്ക് കായ തരുന്നത്. ഇത് വളർന്ന് കായയാകുമോ കൊഴിഞ്ഞു പോകുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം അത് കായ പിടിച്ച് കിട്ടുമോ എന്ന്. എന്തായാലും ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. സ്ഥലമില്ലെങ്കിലും നമുക്ക് ഇതൊക്കെ നട്ട് വളർത്താമല്ലോ. ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ചെടി നല്ല ഉഷാറായി വരുന്നുണ്ട്. നമ്മുടെ കായയും വലുതായി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഞാൻ ഈ ചെടി നട്ടിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡോളോമൈറ്റ് കലക്കി ഒഴിച്ചു കൊടുക്കാം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ചെടികൾ നട്ട് 2 ആഴ്ച കഴിയുമ്പോൾ ഡോളോമൈറ്റ് കലക്കി ഒഴിക്കണം. ഇപ്പോൾ 5 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഡോളോ കൊടുത്ത് 5 ദിവസം കഴിയുമ്പോഴാണ് നമ്മൾക്ക് വളം കൊടുക്കേണ്ടത്. നമ്മുടെ കായ വലുതായി തുടങ്ങിയിട്ടുണ്ട്. വേറെയും മൊട്ടും കായും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 5 ദിവസം കഴിഞ്ഞില്ലേ നമുക്ക് വളം കൊടുക്കാം. ഇത് കമ്പോസ്റ്റാണ്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കമ്പോസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. കമ്പോസ്റ്റ് ഇട്ടതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കാം. ഇപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നമ്മുടെ ചെടിക്ക് വലയൊക്കെ ഇട്ട് സുരക്ഷിതമാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ? ഏറെ കായുമുണ്ട്, പക്ഷേ അത് കൊഴിഞ്ഞു പോകുമെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഒരു കാ കിട്ടിയിട്ടുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെടി നമ്മുടെ തണ്ണിമത്തനും വലുതായി വരുന്നുണ്ട്. കണ്ടോ? ഇപ്പോൾ ഒരാഴ്ച കൂടി കഴിഞ്ഞു. നമ്മുടെ തണ്ണിമത്തൻ വലുതായി തുടങ്ങി. ഇപ്പോൾ കുറച്ച് ദിവസവും കൂടി കഴിഞ്ഞു. നല്ല മഴയാണ്. എന്നാലും നമ്മുടെ തണ്ണിമത്തൻ വലുതായി വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ നട്ട് വളർത്താൻ ശ്രമിക്കുക. സ്ഥലമില്ല എന്നൊന്നും വിഷമിക്കേണ്ട. എല്ലാവർക്കും നട്ടി വളർത്താം. അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.